അപ്പൊ ഇതിലെടുക്കാൻ പോണത് പെർഫെക്റ്റ് കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം. അതിനേക്കാളും മുന്നേ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൽ ലാസ്റ്റ് ഒരു ഭാഗം ഉണ്ടായിരുന്നു. അതായത് തീറ്റ പി ഓഫ് സി ഇങ്ങനെയാണ് പറഞ്ഞത്. തീറ്റ പി ഓഫ് സി ബ്രാക്കറ്റില് ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. പക്ഷെ അതിന് തൊട്ട് മുന്നത്തെ അത് പഠിച്ചാർന്ന ഭാഗത്ത് അതെങ്ങനെയായിരുന്നു അതിനെ തീറ്റ പി ഓഫ് സി വി എന്ന് പറഞ്ഞിട്ടായിരുന്നു. തീറ്റ പി ഓഫ് സി വി എന്ന് പറഞ്ഞിട്ടായിരുന്നു. അത് ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ തീറ്റ പി ഓഫ് സി വി, തീറ്റ പി ആണ് നിങ്ങൾ 5p എന്നാണാവോ, അതിപ്പോ തീറ്റ പി എന്നാക്കിയിട്ടുണ്ട്. അതായത് എനിക്ക് വേണം അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നായിരിക്കും, ടെക്സ്റ്റിൽ പ്രിന്റ് മിസ്റ്റേക്ക് ആയിരിക്കും. ശരിക്കും ഞാൻ പഠിച്ച ടെക്സ്റ്റിലും തീറ്റ പി തന്നെയാണ് കണ്ടാണ്. അതായത് കോഡിന്റെ റിലയബിലിറ്റി പറയുന്നത് തീറ്റ വെച്ചിട്ടായിരുന്നു. ഒരു വേർഡ്, അതായത് ഇപ്പൊ വി അയച്ചിട്ട് ഡബ്ല്യു കിട്ടാനുള്ള പ്രോബിലിറ്റി നമ്മൾ 5p ഓഫ് വി ഡബ്ല്യു എന്ന് പറയും. പക്ഷെ ഒരു വി അയച്ചിട്ട് ആ വി കറക്റ്റ്ലി ഡിറ്റക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ വി അയച്ചിട്ട് വി തന്നെ കിട്ടാനുള്ള ആ റിലയബിലിറ്റിയില്, അതൊരു കോഡിന്റെ റിലയബിലിറ്റി, അതിന് നമ്മൾ തീറ്റ പി ഓഫ് സി വി ഓരോ വി എടുത്തിട്ട് നമുക്ക് തീറ്റ പി ഓഫ് സി വി കണ്ടുപിടിക്കണമായിരുന്നു. പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തീറ്റ പി ഓഫ് സി വി എന്നല്ലായിരുന്നു എഴുതിയത്. എങ്ങനെയായിരുന്നു എഴുതിയത്? തീറ്റ പി ഓഫ് സി എന്ന് മാത്രമായിരുന്നു എഴുതിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോഡിൽ, അതായത് ആ നമ്മൾ എടുത്തത് എന്താണ്, ലീനിയർ കോഡ്സ് മാത്രമാണ്. അപ്പൊ ലീനിയർ കോഡ്സിൽ മൊത്തം അതായത് അപ്പൊ ഇവിടെ തീറ്റ പി ഓഫ് സി എന്ന് മാത്രം പറയാൻ കാരണം എന്താ, ഇവിടെ എല്ലാ വീക്കും സെയിം പ്രോബിലിറ്റി തന്നെയാണ്. അതായത് ഈ തീറ്റ പി ഓഫ് നിങ്ങളിപ്പോ ഒരു ലീനിയർ കോഡ് എടുത്തിട്ട് ആദ്യത്തെ ഒരു വേർഡ് എടുത്തു, അതിന് തീറ്റ പി ഓഫ് സി വി കണ്ടുപിടിച്ചു. രണ്ടാമത്തെ ഒരു വേർഡ് എടുത്തു, തീറ്റ പി ഓഫ് സി വി കണ്ടുപിടിച്ചു. അങ്ങനെ ഓരോ വേർഡ് എടുത്ത് തീറ്റ പി ഓഫ് സി വി കണ്ടുപിടിക്കുന്നേക്കാളും അതെല്ലാം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഒരെണ്ണത്തിന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അത് ജനറലി നമ്മൾ ഒരു വേർഡിന്റെ കണ്ടുപിടിക്കും. അപ്പൊ നമ്മൾ ജനറലി അത് എന്തെടുത്തു, ആ പ്രോബ്ലത്തിൽ നമ്മൾ ഒരു വി നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം വിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അപ്പോൾ ഇവിടെ പെർഫെക്റ്റ് കോഡിലേക്കല്ല നമ്മൾ പറഞ്ഞു വന്നത്. പെർഫെക്റ്റ് കോഡിനേക്കാളും മുന്നേ നമുക്ക് ആദ്യം പറയേണ്ട ഒരു ഭാഗമുണ്ട്. അതായത് നമുക്ക് കാർഡിനാലിറ്റി ഓഫ് സി, അതായത് ഒരു ലെങ്ത് എൻ ആയിട്ടുള്ള ഒരു കോഡാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അതായത് അതിന്റെ കോഡിന്റെ ലെങ്ത് എന്താ, എൻ ആണ്. അതിന്റെ ഡിസ്റ്റൻസ് ഡി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് വിചാരിക്കുക. അതായത് ഒരു കോഡ് ഓഫ് ലെങ്ത് എൻ ആണ്. അതായത് ഫോർ എക്സാമ്പിൾ 4 ലെങ്ത് ഉള്ള കോഡാണെന്ന് വിചാരിക്കുക, ഡിസ്റ്റൻസ് ഒരു 3 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കോഡിന് മാക്സിമം എത്ര ആൾക്കാർ ഉണ്ടാവും, അതിലെ കോഡ് വേർഡ്സ് നമ്മൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യണല്ലോ. അങ്ങനെ മൊത്തം എത്ര കോഡ് വേർഡ്സ് ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ബൗണ്ട് ചെയ്യാൻ പറ്റും. മാക്സിമം എത്ര വരെ വരാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനുള്ളൊരു ഇക്വേഷനാണ് ആദ്യം തന്നെ നിങ്ങൾ ഹാമിംഗ് ബൗണ്ട് എന്ന് പറഞ്ഞു പഠിക്കുക. അത് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാ, കാർഡിനാലിറ്റി ഓഫ് സി, അതായത് സിയിൽ എത്ര കോഡ് വേർഡ്സ് ഉണ്ട് അതിനെ കൺട്രോൾ ചെയ്യും. അതായത് കാർഡിനാലിറ്റി ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം ബൗണ്ട് നമുക്ക് പറയാൻ പറ്റണം. ഏത് വെച്ചിട്ട്, എന്നും ഡിയും യൂസ് ചെയ്തിട്ട് പറയാൻ പറ്റണം. അപ്പൊ അതായത് ആദ്യം തന്നെ കാർഡിനാലിറ്റി ഓഫ് സിയുടെ ബൗണ്ട് അതിലേക്ക് നമുക്ക് എത്താം. അതിന് നമ്മൾ പറയണ ഹാമിംഗ് ബൗണ്ട് ആണ് ആദ്യം പഠിക്കുന്നത്. അതായത് കാർഡിനാലിറ്റി ഓഫ് സിനെ എങ്ങനെയെങ്കിലും ബൗണ്ട് ചെയ്യാം. ആദ്യം ഹാമിംഗ് ബൗണ്ട് എന്ന് പറഞ്ഞാൽ അപ്പർ ബൗണ്ടാണ്. അതായത് കാർഡിനാലിറ്റി ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറഞ്ഞിട്ട് നമുക്കൊരു ഒരു ഒരു നമ്പർ കിട്ടും. അതുകൊണ്ട് നമുക്കൊരു ലോവർ ബൗണ്ടും കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്ക് അതിനെ കുറച്ച് ഒരു പ്രീ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഫസ്റ്റ് വേറെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് വി എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്. ലെങ്ത് എൻ ആണ്, അതിന്റെ ലെങ്ത് എൻ ആണ്. അങ്ങനെയാണെങ്കിൽ കെ റേസ് ടു എന്നില് ലെങ്ത് എൻ ആണ്. അങ്ങനെ കെ റേസ് ടു എന്നില് വി എന്ന് ടി ഡിസ്റ്റൻസിലുള്ള എത്ര വേർഡ്സ് ഉണ്ടാവും എങ്ങനെ പറയാം. അതായത് വി എന്ന് ടി ഡിസ്റ്റൻസ്, അതായത് എന്താ, ഡിസ്റ്റൻസ് ഓഫ് വി കോമ ഡബ്ല്യു ഈക്വൽ ടു ടി ആയിട്ടുള്ള എത്ര ഡബ്ല്യൂകൾ ഉണ്ടാവുന്നതാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ അതെങ്ങനെയായിരിക്കും പറയാ. അല്ലെങ്കിൽ നമുക്ക് അതിനേക്കാൾ മുന്നേ വേറൊരു കാര്യം ആദ്യം പറഞ്ഞു നോക്കാം. വെയിറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി, അതായത് വെയിറ്റ് ഓഫ് വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ആയിട്ടുള്ള എത്ര വേർഡ്സ് കെ റേസ് ടു എന്നിൽ ഉണ്ടാവും. അടുത്ത ആദ്യം അത് നമുക്ക് പറഞ്ഞു നോക്കാം.
അതെന്താ കേറേഷനിലെ വേർഡ്സ് ആണ്, പക്ഷെ അതിന്റെ വേർഡ്സിന്റെ പ്രത്യേകത എന്താ, അതിന്റെ വെയിറ്റ് എന്താ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ആയിരിക്കണം. അങ്ങനെ എത്ര വേർഡ്സ് ഉണ്ടാവും? അപ്പൊ ഞാനിവിടെ എൻ ഡാഷ് ഇട്ട് വെറുതെ, ഇത് എൻ ഡാഷ് ആണെന്നിരിക്കുക. ഇതില് വെയിറ്റ് ടി വരണം. ഞാൻ ആദ്യം വെയിറ്റ് 0 ഉള്ള എത്ര വേർഡ്സ് ഉണ്ടാവും? വെയിറ്റ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 1 വരാൻ പറ്റില്ല അല്ലെ, അപ്പൊ അത് 0 വേർഡ് മാത്രം. വെയിറ്റ് 0 ഉള്ളത് എത്ര? ഒരു വേർഡ് ഉണ്ടാവുള്ളൂ. വെയിറ്റ് 0 ഉള്ളത് ഒരു വേർഡ്. അപ്പൊ ആദ്യം വെയിറ്റ് അറ്റ്മോസ്റ്റ് ടി എന്നല്ല അതിന്റെ അർത്ഥം. അത് ലെസ് ദാൻ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം, എക്സെട്ര ടി വരെ വരാം. അപ്പൊ നമ്മൾ 0 വരുന്ന വേർഡ്സ് എടുത്തു, പ്ലസ് 1 വരുന്ന വേർഡ്സ് എടുത്തു, പ്ലസ് 2 വരുന്ന വേർഡ്സ് എടുത്തു, എക്സെട്ര പ്ലസ് ടി വരുന്ന വേർഡ്സ് എടുത്തു. ഇതിനെല്ലാം സം എടുക്കണം അല്ലെ. അപ്പൊ ആദ്യം വെയിറ്റ് 0 വരുന്ന വേർഡ്സ് എത്ര ഉണ്ടാവും? വെയിറ്റ് 0 വരുന്നത് 1 വേർഡ്, ഒരു വേർഡ് ഉണ്ടാവുള്ളൂ, അതായത് 0 വേർഡ് മാത്രം. ഇനി എന്താ വെയിറ്റ് 1 വരുന്നത് എത്ര വേർഡ് ഉണ്ടെന്ന് പറയാം. വെയിറ്റ് 1 വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എൻ പൊസിഷൻസിൽ എത്ര സ്ഥലത്ത് 1 വരാൻ പറ്റും? ഒരു സ്ഥലത്തേ 1 വരാൻ പറ്റുള്ളൂ, എന്നാലേ വെയിറ്റ് 1 വരുള്ളൂ. അപ്പൊ അതിന് എത്ര പൊസിഷനിൽ 1 വരാം? വേണമെങ്കിൽ ആദ്യത്തെ പൊസിഷനിൽ 1 ബാക്കിയെല്ലാം 0, അതായത് രണ്ടാമത്തെ പൊസിഷനിൽ 1 ബാക്കിയെല്ലാം 0, അല്ലെങ്കിൽ മൂന്നാമത്തെ പൊസിഷനിൽ 1 ബാക്കിയെല്ലാം 0. അതായത് ഈ എൻ പൊസിഷനിൽ നിന്ന് നമ്മ ഒരാളെ ചൂസ് ചെയ്യണ പോലെയല്ലേ. അതായത് ഈ എൻ പൊസിഷൻ ഉണ്ട്, അതിൽ ഒരു പൊസിഷൻ നമ്മൾ ചൂസ് ചെയ്യണം. അതായത് 1 വരാനുള്ള പൊസിഷൻ നമ്മൾ ചൂസ് ചെയ്തു. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എന്താ, വെയിറ്റ് 1 വെയിറ്റ് ഉള്ളത് എന്താ, എൻ പൊസിഷനിൽ ഒരാളെ നമ്മൾ ചൂസ് ചെയ്യണ പോലെ. അത് പറഞ്ഞാൽ NC1 ആയിരിക്കും. NC1 ചൂസിങ് നമ്മ കോമ്പിനേഷൻ വെച്ചല്ല പറയാ. അതായത് എൻ പൊസിഷനിൽ ഒരാളെ ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ NC1. ഇനി രണ്ടാണെങ്കിലോ, വെയിറ്റ് 2 വരണമെന്നുണ്ടെങ്കിലോ 2 പൊസിഷനിൽ 1 വരണം. അതായത് എൻ പൊസിഷനിൽ നിന്ന് 2 പൊസിഷൻ നമ്മൾ ചൂസ് ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ എന്താ, NC2 ആണ്. എക്സിട്ര വെയിറ്റ് ടി വരണമെന്നുണ്ടെങ്കിലോ NCT. അപ്പൊ വെയിറ്റ് ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ആയിട്ടുള്ള എത്ര വേർഡ്സ് ഉണ്ടാവും? ആദ്യം വെയിറ്റ് 1 വരണത്, അതിന് നമുക്ക് NC0 എന്ന് എഴുതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. വെയിറ്റ് 0 വരുന്നത് ഒരു വേർഡ്, NC0 എന്ന് പറഞ്ഞാൽ 1. അപ്പൊ 1 വേണ്ടി നമ്മൾ NC0 എന്ന് എഴുതി. ഇനി വെയിറ്റ് 1 വരുന്നത് അതെന്താ, NC1 പ്ലസ് എക്സിട്ര പ്ലസ് NCT. ഇതാണ് എന്ത്, വെയിറ്റ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി വരുന്ന കേറേഷനിലെ വേർഡ്സിന്റെ സെറ്റ്. അല്ല, ഇത്ര ഉണ്ടോ അതിന്റെ കാർഡിനാലിറ്റി എത്ര ഉണ്ടോ? NC0 പ്ലസ് NC1 പ്ലസ് എക്സെട്ര പ്ലസ് NCT. അപ്പൊ ആ കാര്യമാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ നിങ്ങളുടെ ഫസ്റ്റത്തെ തിയറം, അതായത് പേജ് നമ്പർ 70, ബുക്കിൽ പേജ് നമ്പർ 70, വിനോ ആ തിയറത്തിൽ ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആൻഡ് ഇഫ് വി ഈസ് എ വേർഡ് ഓഫ് ലെങ്ത് 10 then the number of words and ആദ്യം ഇതറിയട്ടെ. അതായത് NCT എന്ന് പറയുന്നത്, അപ്പൊ ടി ഡിസ്റ്റൻസിലുള്ള വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ടി വെയിറ്റ് ഉള്ള വേർഡ്സ് എത്ര ഉണ്ടാവും? NCT ഉണ്ടാവും. T-1 ഉള്ള NCT-1. 0 വെയിറ്റ് ഉള്ളത് ഒരെണ്ണം. അപ്പൊ മൊത്തം ലെസ് ദാൻ ഓർ ടി ആണെങ്കിൽ ഇത് മൊത്തം ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ ഇത്ര നമുക്കറിയാം. ഇനിയാണ് നേരത്തെ പറഞ്ഞ ഇതിലേക്ക് വരുന്നത്. അതായത് വിന്ന് ഡിസ്റ്റൻസ് എത്ര വരണം? V, W ഡിസ്റ്റൻസ് എത്ര വരണം? നമ്മളൊരു V ഫിക്സ് ചെയ്തു. എന്നിട്ട് വിയും ഡബ്ല്യൂയും തമ്മിൽ ഡിസ്റ്റൻസ് അറ്റ്മോസ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ആയിട്ടുള്ള എത്ര വേർഡ്സ് ഉണ്ടാവും? അതാണ് അടുത്ത കാര്യം. അത് ഞാൻ എങ്ങനെ പറയാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എക്സാക്ട്ലി ഏത് വേർഡ് അടുത്താണ് പറയാൻ പോണത്, അത് എക്സാക്ട്ലി ഏത് വേർഡ്സ് ഒക്കെ ആയിരിക്കും എന്നാണ് പറയാൻ പോണത്. അപ്പൊ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഞാൻ ആദ്യം തന്നെ ജസ്റ്റ് ഈക്വൽ ടു ടി വരുന്നത് എത്ര ഉണ്ടാവും ആദ്യം പറയാൻ പോകും. ഈക്വൽ ടു ടി വരുന്നത് അതെങ്ങനെയായിരിക്കും പറയാം? അതായത് വി നമ്മുടെ ഉണ്ട് ഓൾറെഡി. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, വിയോടൊപ്പം വെയിറ്റ് ടി ആയിട്ടുള്ള വേർഡ്സുകൾ ഉണ്ടാവില്ല ഇതില്. വെയിറ്റ് ടി ആയിട്ടുള്ള എത്ര വേർഡ്സ് ഉണ്ട്? NCT വേർഡ്സ് ഉണ്ട്. ഈ NCT വേർഡ്സിൽ ഏതെങ്കിലും ഒരു വേർഡ് എടുത്തു, ആ വേർഡിന് എന്താ പി എന്നെങ്ങാനും പറഞ്ഞു വിളിച്ചു. അപ്പൊ വി എടുത്തു. ഇനി വിന്ന് ടി ഡിസ്റ്റൻസിലുള്ള വേർഡ്സ് കണ്ടുപിടിക്കാൻ പോണ്. അപ്പൊ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, വിയോടൊപ്പം ഈ വെയിറ്റ് ടി ആയിട്ടുള്ള NCT വേർഡ്സ് ഉണ്ട്, അതിലൊരു വേർഡ് പി എടുത്തു. എന്നിട്ട് അതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു തന്നിരിക്കുക. അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്റ്റൻസ് ഓഫ് വി പ്ലസ് ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, വെയിറ്റ് ഓഫ് വി പ്ലസ് പി ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താ, വെയിറ്റ് ഓഫ് പി ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താ, വെയിറ്റ് ഓഫ് പി എത്ര ആയിട്ട് എടുത്താണ്? ടി ആയിട്ട് എടുത്താണ്. അപ്പൊ ഈ എക്സാക്ട്ലി ഈ വേർഡ്സ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ഇന്ന് ടി ഡിസ്റ്റൻസിലുള്ള വേർഡ്സ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊക്കെ ഏത് വേർഡ്സ് ആയിരിക്കും? വി പ്ലസ് ഡബ്ല്യു, വേർ ഡബ്ല്യുവിന്റെ വെയിറ്റ് എന്തായിരിക്കണം? ടി ആയിരിക്കണം. അപ്പൊ എത്ര വേർഡ്സ് ഉണ്ടാവും ഡിസ്റ്റൻസ് ടി ആയിട്ടുള്ളത്? ടി വേർഡ്സ്, സോറി NCT വേർഡ്സ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ആ വെയിറ്റിന്റെ കാര്യം ഉദ്ദേശിച്ച് പറഞ്ഞത്. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് നമുക്ക് എളുപ്പമായിട്ട് പറയാം. അതിന് ഈ തിയറത്തിലേക്ക് ആദ്യം അത് പറയാൻ വേണ്ടിയിട്ടാണ്. അത് ഈ തിയറം വേണമെങ്കിൽ വെയിറ്റിന്റെ കാര്യം വേണം, അതാണ് ഞാൻ ഇത് ആദ്യം പറഞ്ഞത്.
അപ്പൊ അപ്പൊ ഇത് ഈക്വൽ ടു ടി ആണ്. അപ്പൊ ഡിസ്റ്റൻസ് ഓഫ് വി കോമ ഡബ്ല്യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ആയിട്ടുള്ള, അത് വി ഫിക്സഡ് ആണ്, ഡബ്ല്യു ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതെന്താ ഡബ്ല്യൂന്റെ പ്രത്യേകത എന്താ, ഡബ്ല്യു വി എന്നുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കണം, ലെസ് ദാൻ ഈക്വൽ ടു ടി ആയിരിക്കണം. അങ്ങനെ എത്ര വേർഡ്സ് ഉണ്ടാവും? ആദ്യം ടി വരുന്ന എത്ര ഉണ്ട്? എൻ സി ടി ഉണ്ട്. ടി മൈനസ് എന്ന് പറഞ്ഞത് എൻ സി ടി മൈനസ് വൺ എക്സിട്ര പ്ലസ് എൻ സി വൺ പ്ലസ് എൻ സി സീറോ. അത് നേരത്തെ എഴുതി വെച്ചത് തന്നെ. എത്ര ടി ലെങ്ത്തുള്ള ടി വൈറ്റുള്ള എത്ര വേർഡ്സ് ഉണ്ട്, അത് തന്നെയാണ് എന്ത് വിന്ന് ടി ഡിസ്റ്റൻസിലുള്ള വേർഡ്സിന്റെ കളക്ഷനും. അപ്പൊ കുഴപ്പമില്ലല്ലോ അത്. അപ്പൊ ആദ്യത്തെ തിയറം അതാണ്. അതായത് ഈ സീറോ ലെസ് ഈക്വൽ ടു ടി ലെസ് ഈക്വൽ ടു ആൻഡ് ഇഫ് വി is a word of length then the number of words of length at a distance at most t from v is nc0 plus nc1 plus nc2 plus etc plus nct. അത് കുഴപ്പമില്ലല്ലോ. Since there are 2 raised to n words of length and setting t equal to n in the above theorem, nc0 plus nc1 plus etc plus ncn equal to 1 2 raised to n. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ടി ഈക്വൽ ടു എൻ എന്ന് വിചാരിക്കുക. അതായത് ഡിസ്റ്റൻസ് എൻ ആയിട്ടുള്ള, അറ്റ്മോസ്റ്റ് ഡിസ്റ്റൻസ് എൻ ആയിട്ടുള്ള എത്ര വേർഡ്സ് ഉണ്ടാവും? ഈ ടി ഈക്വൽ ടു എൻ വരെ ആഡ് ചെയ്യുമ്പോൾ എന്താ, എൻ സി സീറോ പ്ലസ് എൻ സി വൺ പ്ലസ് എക്സെട്ര പ്ലസ് എൻ സി എൻ വരും. അതായത് എന്താ, 1+1 ഓൾ റൈസ് ടു എന്നിന്റെ എക്സ്പാൻഷൻ അല്ലേ ഇത്, ബൈനോമിയൽ എക്സ്പാൻഷൻ. അതായത് 1+1 ഓൾ റൈസ് ടു എൻ, അതായത് 2 റൈസ് ടു എൻ. അത് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. അതായത് എൻ ലെങ്ത് ഉള്ള വേർഡ്സിൽ അറ്റ്മോസ്റ്റ് എൻ, അപ്പൊ എല്ലാ വേർഡ്സും വരുമല്ലോ. വെയിറ്റ് അറ്റ്മോസ്റ്റ് എൻ ആയിട്ടുള്ള എത്ര വേർഡ്സ് ഉണ്ടാവും? 2 റൈസ്. എല്ലാ വേർഡ്സും അറ്റ്മോസ്റ്റ് എൻ, മാക്സിമം വെയിറ്റ് എന്നല്ലേ വരുള്ളൂ. അതുകൊണ്ട് 2 റൈസ് ടു വരും. അത് ഒബ്വിയസ് ആയിട്ടുള്ള കാര്യം, അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതായത് ടി ഈക്വൽ ടു എൻ ആവുന്ന കേസ് നമ്മൾ ആവശ്യമില്ല. ഇനി അടുത്തതാണ് ഹാമിംഗ് ബൗണ്ട്. ഇതാണ് നിങ്ങളുടെ ഒരു മെയിൻ തിയറം. പ്രൂഫ് ചോദിക്കാന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഇത് വെച്ചിട്ട് കുറെ പ്രോബ്ലംസ് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഹാമിംഗ് ബൗണ്ടിന് ആദ്യം തന്നെ ആ ബൗണ്ട് നമുക്ക് എഴുതാം. എന്താ, കാർഡിനാലിറ്റി ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 റൈസ് ടു n ഡിവൈഡഡ് ബൈ nc0 പ്ലസ് nc1 പ്ലസ് എക്സെട്ര പ്ലസ് nct. ഇതിൽ ആദ്യം അപ്പൊ ടി എന്താന്ന് അറിയണം. ടി ജസ്റ്റ് നമ്മൾ നേരത്തേക്കും പറഞ്ഞതിൽ ടി വെയിറ്റ് എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഇവിടെ ടി എന്താന്ന് അറിയില്ലല്ലോ. ഇവിടുത്തെ എന്താ ലെങ്ത്, എന്താ ലെങ്ത് ഓഫ് ദ വേർഡ്സ് എന്താ, എൻ ആണ്. ഈ ടി എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഞാൻ പറഞ്ഞു ലെങ്ത്തും ഡിസ്റ്റൻസും എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ കാർഡിനാലിറ്റിക്ക് ഒരു ബൗണ്ട് പറയാം. അപ്പൊ ഡിസ്റ്റൻസ് ആണ് ഇവിടെ വരുന്നത്. ഡി കിട്ടും എന്താ 2t പ്ലസ് 1 ആണ്, ഓർ 2t പ്ലസ് 2. ഒന്നില്ലെങ്കിൽ ഡിസ്റ്റൻസ് 2t പ്ലസ് 1 ആവും, അല്ലെങ്കിൽ 2t പ്ലസ് 2 ആവും. ഏത് ഞാൻ പറഞ്ഞാണെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ 2t പ്ലസ് 1 എഴുതാം, അല്ലെങ്കിൽ 2t പ്ലസ് 2 എഴുതാം. നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു നമ്പർ നിങ്ങൾ വിചാരിക്കുക, ഒരു 10 തന്നിരിക്കുക. 10 നമുക്ക് എങ്ങനെ എഴുതാം? 2 into 4 plus 2 എന്ന് എഴുതി കൂടെ? അപ്പൊ അവിടുത്തെ ടി എന്താ, 4. അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു നമ്പർ വിചാരിക്കുക, അതായത് ഒരു 17 ആന്നിരിക്കുക. 17 എങ്ങനെ എഴുതാം? 2 into 8 plus 1. ഒന്നിലേക്ക് 2t പ്ലസ് 1 എഴുതാം, അല്ലെങ്കിൽ 2 into t പ്ലസ് 2. അങ്ങനെ ഓരോ ടികൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഡി ഈക്വൽ ടു നമുക്ക് പല പല നമ്പർ തരാം. അതിന് നമ്മൾ എപ്പോഴും 2t പ്ലസ് 1 മോഡൽ എഴുതിയിട്ട് വേണം ടി കണ്ടുപിടിക്കാൻ. അല്ലാണ്ട് ഡി അല്ല ടി, അത് പ്രത്യേകം ഓർക്കണം. ഡി അല്ല ടി. അവിടെ എന്താ, ഡീനെ നമ്മൾ എങ്ങനെ എഴുതണം? ആദ്യം 2t പ്ലസ് 1 എഴുതണം, എന്നിട്ട് ആ ടീനെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇക്വേഷൻ കുഴപ്പമില്ല. അപ്പൊ ഇതിലേക്ക് അപ്പൊ ഇത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യണമെന്നാണ് ആദ്യം നോക്കേണ്ടത്. ഇതിന്റെ പ്രൂഫ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് പറ്റില്ലെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ നേരത്തെ ആ തിയറത്തിന്റെ ഡയറക്റ്റ് പറഞ്ഞാണ് എന്താ, അതായത് WB ഈ തിയറത്തിന്റെ പ്രൂഫ് നോക്കുക. അതായത് ഹാമിംഗ് ബൗണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് 71ാമത്തെ പേജ്, അടുത്ത പേജിലുള്ളതാണ്. അപ്പൊ ആദ്യം അവർ പറഞ്ഞത് ലെറ്റ് W be a word of length t എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിയുടെയും വി പ്ലസ് ഡബ്ല്യുവിന്റെയും ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അതായത് ഡിസഗ്രി ഇൻ ടി പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ ഡിസ്റ്റൻസിന് തന്നെയല്ല പറയാം. അതായത് വിയും വി പ്ലസ് ഡബ്ല്യു തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ, വെയിറ്റ് ഓഫ് വി പ്ലസ് ഡബ്ല്യു, അതായത് വെയിറ്റ് ഓഫ് ഡബ്ല്യു, അതെന്താ, ടി ആണ്. അപ്പൊ വി ആയിട്ട് ടി ഡിസ്റ്റൻസിലുള്ള വേർഡ്സിന്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവുന്നതാണ് ഒരു ഉദ്ദേശിക്കുക. ഏതൊക്കെ വേർഡ്സ് ആയിരിക്കും? ഈ ഡബ്ല്യുകളായിരിക്കും. അതായത് ഡിസ്റ്റൻസ് ടി വരുന്നത് എത്ര, NCT ഉണ്ടാവും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ ഒരു മൊത്തത്തിൽ. അല്ല, ആ 4th ലൈനിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഹെൻസ് ദർ ആർ NCT സച്ച് വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഓൾറെഡി നമ്മൾ തീരത്തിൽ നമുക്ക് അറിയാം, അതിന് നമുക്ക് ആവശ്യമില്ലല്ലോ. അതായത് വി നമ്മൾ ഫിക്സ് ചെയ്തു, അതിൽ നിന്ന് ടി ഡിസ്റ്റൻസിലുള്ള എത്ര വേർഡ്സ് ഉണ്ടാവും? NCT വേർഡ്സ് ഉണ്ടാവും. അത് നമുക്ക് അറിയാം. ഇനി അടുത്ത എന്താ, ലെറ്റ് വി ബി എ വേർഡ് ഓഫ് ലെങ്ത് അറ്റ് എ ഡിസ്റ്റൻസ് ടി ഫ്രം വി ഇൻ NCT. അതായത്
അതവര് രണ്ടും വി എഴുതിപ്പോയി, അത് എന്തോ ഒരു മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. പറഞ്ഞ ഡബ്ല്യു ആണ് വരേണ്ടത്. അതായത് ഇങ്ങനെ ആലോചിക്കാം, ലെറ്റ് വി ബി എ വേർഡ് ഓഫ് ലെങ്ത് അറ്റ് എ ഡിസ്റ്റൻസ് ടി ഫ്രം ഡബ്ല്യു ഇൻ എൻ സി ടി, അങ്ങനെ പറഞ്ഞാൽ മതി. രണ്ട് വി അല്ല അവിടെ വരേണ്ടത്. ഓക്കെ, ആ ഒരു മിസ്റ്റേക്ക് ഒന്ന് മാറ്റാം. അപ്പൊ അറ്റ്മോസ്റ്റ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയും വരാം, 0 ഡിസ്റ്റൻസ് വരാം, 1 ഡിസ്റ്റൻസ് വരാം, 2 ഡിസ്റ്റൻസ് വരാം, അതും നമുക്കറിയാം. ദർഫോർ നമ്പർ ഓഫ് വേർഡ്സ് അറ്റ് എ ഡിസ്റ്റൻസ് അറ്റ്മോസ്റ്റ് ടി എന്ന് പറയുന്നത് എന്താ, NC0 പ്ലസ് NC1 പ്ലസ് എക്സെട്ര പ്ലസ് NCT ആണെന്നും നമുക്കറിയാം. അപ്പൊ ആ ഒരു ലൈൻ വരെ കുഴപ്പമില്ല. ദർഫോർ ദ നമ്പർ ഓഫ് വേർഡ്സ് അറ്റ് എ ഡിസ്റ്റൻസ് അറ്റ് അറ്റ്മോസ്റ്റ് ടി ഫ്രം വി ഈസ് NC0 പ്ലസ് NC1 പ്ലസ് എക്സെട്ര പ്ലസ് NCT, ആ ലൈനും കുഴപ്പമില്ല. അടുത്തിരിക്കോ, അത് നമുക്ക് ആവശ്യമുണ്ട്. അത് നമുക്ക് ആദ്യം കണ്ടുപിടിച്ച് വെച്ചേക്കാം. അതായത് ബിന്ന് ടി ഡിസ്റ്റൻസ് ഉള്ള എത്ര വേർഡ്സ് ഉണ്ടാവും, NC0 പ്ലസ് NC1 പ്ലസ് എക്സെട്ര പ്ലസ് NCT വേർഡ്സ് ഉണ്ടാവും. അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അടുത്ത എന്താ, ഇഫ് സി ഈസ് എ കോഡ് ഓഫ് ലെങ്ത് എൻ, ഇനിയാണ് നമ്മുടെ തിയറത്തിക്ക് കിടക്കുന്നത്. അത് സിയുടെ ലെങ്ത് എന്താ, സിയുടെ വേർഡ്സിന്റെ ലെങ്ത് എന്താ, എൻ ആണ്. അതിന്റെ ഡിസ്റ്റൻസ് എന്താ, ഒന്നിലെ 2t+1 ആവും, അല്ലെങ്കിൽ 2t+2 ആവും. എനി കേസ് അത് ഡി എന്ന് പറയുന്നത് എന്താ, ഗ്രേറ്റർ ദാൻ 2t അല്ലേ, 2t-നേക്കാളും സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആയിരിക്കും അല്ലേ, ആണ്. ഇനി നമ്മ നേരത്തെ കണ്ടുപിടിച്ചാണ് എത്ര വേർഡ്സ് ഉണ്ട്, NC0, അതായത് വി എന്ന് NC0 പ്ലസ് NC1 പ്ലസ് എക്സെട്ര പ്ലസ് NCT വേർഡ്സ് ഉണ്ടല്ലേ. ഇനി എന്താ പറയാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി എന്ന് പറയണ വി നമ്മൾ ഓൾറെഡി എവിടെ നിർത്താൻ, സി എന്നാണ് എടുത്തതെന്ന് വിചാരിക്കുക. വി എന്ന് പറയുന്നത് സി എന്നാണ് എടുത്താണ്. അപ്പൊ ഇതില് ഈ NCT, അതായത് NC0 പ്ലസ് NC1 പ്ലസ് എക്സെട്ര പ്ലസ് NCT, അത്രയും വേർഡ്സിന്റെ ഉള്ളിൽ ഒരു W കൊടുത്തു, അതിൽ നിന്ന് ഒരു W കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് വി കോമ W എന്തായിരിക്കും, ലെസ് ദാൻ ടി ആയിരിക്കില്ലേ, ലെസ് ദാൻ ഈക്വൽ ടു ടി ആയിരിക്കില്ലേ. അറ്റ്മോസ്റ്റ് ടി എന്നല്ല പറഞ്ഞത്, ആണ്. അതായത് ഈ വിയുടെ കോഡിലുള്ള ഒരു വി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക, കോഡിലായിരുന്നു വിചാരിച്ചെടുക്കുക. അപ്പൊ ഈ വിയും ഡബ്ല്യു മാക്സിമം ഡിസ്റ്റൻസ് ടി ആയിട്ടുള്ള സെറ്റ് എടുത്തു. കുറെ വേർഡ്സ് ഉണ്ട്, അതായത് NC0 പ്ലസ് NC1 അത്രയും വേർഡ്സ് ഉണ്ട്. അതിൽ നിന്ന് ഒരു വേർഡാണ് W എന്ന് പറഞ്ഞെടുക്കുക. അപ്പൊ ഡിസ്റ്റൻസ് ഓഫ് വി കോമ W എന്താ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് ഇതുപോലെ ഒരു അതായത് ഇപ്പൊ ഈ W എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കിട്ടിയാണ് W ആണ്, അതിനെ W ഞാൻ മാറ്റണില്ല. അപ്പൊ ഈ W ഫിക്സ് ചെയ്തു. ഇനി ഈ കോഡിൽ വേറൊരു V1 ബിലോങ്സ് ടു സി കണ്ടുപിടിക്കാൻ പറ്റുമോ, സച്ചായിട്ട് ഡിസ്റ്റൻസ് ഓഫ് V1 കോമ W എന്താ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ആയിട്ട്. അതായത് ഈ W നമ്മൾ ഫിക്സ് ചെയ്തേ, ഇത് വേറെ W അല്ല, ഈ സെയിം W തന്നെ വേറെ ഈ കോഡിൽ തന്നെ വേറൊരാളായിട്ട് അറ്റ്മോസ്റ്റ് ഡിസ്റ്റൻസ് ടി വരാൻ പറ്റുമോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അങ്ങനെ വരാൻ പറ്റില്ല. കാരണം എന്താന്ന് ആണ് പറയാൻ പോകുന്നത്. അതായത് ഇപ്പൊ നമ്മൾ വിചാരിക്കുക, അതിനവര് പേര് കൊടുത്തത് V1 എന്നല്ല, പേര് കൊടുത്തത് U എന്നാണ് കൊടുത്താണ്. കുഴപ്പമില്ല, നമുക്ക് പേര് ഇപ്പൊ എന്താണെങ്കിലും കൊടുക്കാമല്ലോ. അത് കോഡിൽ നമുക്ക് അതുപോലെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സച്ചായിട്ട് ആ ഡബ്ല്യൂയും യു തമ്മിലുള്ള ഡിസ്റ്റൻസ് അറ്റ്മോസ്റ്റ് ടി ആയിട്ട്, അതായത് എന്തായാലും അതിന്റെ ഡിസ്റ്റൻസ് എന്താ ഗ്രേറ്റർ ദാൻ ടി ആയിരിക്കും എന്നാണ് പറയുന്നത്, ലെസ് ദാൻ ഈക്വൽ ടു ടി വരില്ല എന്ന്. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ വിചാരിക്കുക, നമുക്ക് ഒരു വിയും യുവും കണ്ടുപിടിച്ചു. സച്ചായിട്ട് ഡി ഓഫ് വി ഡബ്ല്യു ലെസ് ദാൻ ഈക്വൽ ടു ടി ആണ്, ഡി ഓഫ് യു ഡബ്ല്യു എന്താ ലെസ് ദാൻ ഈക്വൽ ടു ടി ആണ്. അങ്ങനെ ഒരു വേർഡ് കണ്ടുപിടിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്താ പ്രശ്നം വരിക, ഡിസ്റ്റൻസ് ഓഫ് വി കോമ, അപ്പൊ വി യു എടുത്ത ആൾക്കാരാ, സിയിലെ ആൾക്കാരാണ്. ഡിസ്റ്റൻസ് ഓഫ് വി കോമ യു എന്താ വരിക, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നമ്മൾ ഇതിനെ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി വെച്ചിട്ട് എന്താ, ഡിസ്റ്റൻസ് ഓഫ് വി ഡബ്ല്യു പ്ലസ് ഡിസ്റ്റൻസ് ഓഫ് യു ഡബ്ല്യു എന്ന് കിട്ടും അല്ലെ. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താ, 2t അല്ലേ, ആണ്. ഇത് സ്ട്രിക്ട്ലി ലെസ് ദാൻ എന്താ, 2t+1 ഓർ 2t+2 അല്ലേ. അതായത് ഈ ഡിസ്റ്റൻസ് ഓഫ് വി കോമ യു എന്ന് പറഞ്ഞ സ്ട്രിക്ട്ലി ലെസ് ദാൻ എന്താ, ഡി ആണ്, ഇതാണല്ലോ ഡി. പക്ഷെ കോഡിലെ രണ്ടാൾക്കാർ തമ്മിൽ ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് ആയിരുന്നു ഡി. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്, ഈ വിയും യുവും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ, ലെസ് ദാൻ ഡി ആണ്, മിനിമം ഡിസ്റ്റൻസിനേക്കാളും ലെസ് ദാൻ. അത് പോസിബിൾ ആണോ, അല്ല. അതുകൊണ്ടാണ് ഇതുപോലെ രണ്ട് വേർഡ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത്
ഒരു വി ലെസ് ദാൻ വിയും ഡബ്ല്യൂ തമ്മിലുള്ള വെയിറ്റ് ലെസ് ദാൻ ഈക്വൽ ടു ടി ആണെങ്കിൽ വേറെ ഒരു കോഡ് വേർഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, സച്ചായിട്ട് അതും ഡബ്ല്യൂ തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഈക്വൽ ടു ടി ആയിട്ട്. അപ്പൊ അങ്ങനെ അറ്റ്മോസ്റ്റ് ഒരു കോഡ് വേർഡേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയണത്, ഡിസ്റ്റൻസ് അറ്റ്മോസ്റ്റ് ടി ആയിട്ട് ഡബ്ല്യൂ ആയിട്ട്. അപ്പൊ നമുക്ക് അത്ര വരെ കിട്ടി അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കോഡ് വേർഡ്സിൽ ഒരാൾക്ക് പോലും ഇപ്പൊ ഈ കോഡ് വേർഡ് സിയില് കുറെ ആൾക്കാരുണ്ടല്ലേ, അതിലൊരു V1 എടുത്തു. ഡിസ്റ്റൻസ് ഓഫ് അങ്ങനെയാണെങ്കിൽ ഈ V1ന്ന് എത്ര വേർഡ്സ് ഉണ്ടാവും മൊത്തം ടി ഡിസ്റ്റൻസിൽ? NC0 പ്ലസ് NC1 പ്ലസ് എക്സെട്ര പ്ലസ് NCT വേർഡ്സ് ഉണ്ടാവും അല്ലേ. ഇത്രയും വേർഡ്സ് ഉണ്ടാവും ടി ഡിസ്റ്റൻസിലായിട്ടുള്ളത്. അത് ഇത് കോഡിന്റെ ഉള്ളിലൊന്നും ഞാൻ പറഞ്ഞില്ല, അത് ചിലപ്പോൾ ഇത് കോഡിന്റെ പുറത്തായിരിക്കാം. ആ കോഡിന്റെ പുറത്താണിത്, കോഡിന്റെ ഉള്ളിൽ വരില്ല, കാരണം ഡിസ്റ്റൻസ് ലെസ് ദാൻ ടി ഐയിൽ വരില്ലല്ലോ, കോഡിന്റെ പുറത്തായിരിക്കും. അപ്പൊ ഇത്രയും വേർഡ്സ് ഉണ്ട് എന്ത് V1 ആയിട്ട് അറ്റ്മോസ്റ്റ് ടി ഡിസ്റ്റൻസിൽ ഇത്രയും വേർഡ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വേറെ ഒരു കോഡ് വേർഡ് V2 എടുത്താലും അതും ഈ ആദ്യം കിടക്കുന്ന ഈ സെറ്റിന്റെ ഉള്ളിലത്തെ ആൾക്കാർ നമ്മുടെ ഡിസ്റ്റൻസ് എന്താ ലെസ് ദാൻ ടി വരില്ല, ഗ്രേറ്റർ ദാൻ ടി വരുള്ളൂ അല്ലെ. അപ്പൊ ആ ഒരു കാര്യമുണ്ട്. അപ്പൊ കാർഡിനാലിറ്റി ഓഫ് സിക്ക് എന്തായിരിക്കും പ്രത്യേകത? അതായത് സിയിലെ ഓരോ വേർഡ് എടുത്താലും അതെന്താ, ആ വരി ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കിയേ. അതായത് ലാസ്റ്റ് എഴുതേണ്ട വരെയാണ്, സി ഹാസ് നോ വേർഡ്സ് ഇൻ കോമൺ വിത്ത് എ ലിസ്റ്റ് ഓഫ് വേർഡ്സ് അറ്റ് എ ഡിസ്റ്റൻസ് അറ്റ്മോസ്റ്റ് ടി ഫ്രം കോഡ് വേർഡ് ടു. അതായത് V1 എന്ന് പറയുന്നത് സിയിൽ ആദ്യം എടുത്തു, എന്നിട്ട് എന്താ പറയുന്നത്, സി ഹാസ് നോ വേർഡ്സ് ഇൻ കോമൺ വിത്ത് എ ലിസ്റ്റ് ഓഫ് വേർഡ്സ് അറ്റ് അറ്റ്മോസ്റ്റ് ടി ഡിസ്റ്റൻസ് ഫ്രം അതെവിടെ എന്തോ ഒരു ഓക്കെ, അതായത് അവർ ഉദ്ദേശിച്ചത് ഇതാണ്. അതായത് V1ന്ന് ടി ഡിസ്റ്റൻസിലുള്ള ആ ലിസ്റ്റ് എടുത്തു, അതായത് അതിൽ എത്ര ആൾക്കാരുണ്ടാവും നമുക്കറിയാം. ഈ വേർഡ്സിന്റെ ഉള്ളിൽ അതായത് V2ന്ന് ടി ഡിസ്റ്റൻസിലുള്ള വേറൊരു സെറ്റ് എടുത്തു. ഈ രണ്ട് സെറ്റിന്റെ ഉള്ളിൽ എന്തുണ്ടാവില്ല, കോമൺ ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതായത് V2ന്ന് ടി ഡിസ്റ്റൻസിലുള്ളതും V1ന്ന് ടി ഡിസ്റ്റൻസിലുള്ള ആൾക്കാരെ മൊത്തം സെറ്റ് എടുത്തു. അപ്പൊ V1ൽ എത്ര ആൾക്കാരുണ്ട് ഇവിടെ അറിയാം നമുക്ക്, NC0 പ്ലസ് അത്ര വേർഡ്സ് ഉണ്ട്. ഇവിടെ എന്താ NC0 പ്ലസ് എക്സെട്ര പ്ലസ് NCT വേർഡ്സ് ഉണ്ട്. പക്ഷെ ഈ രണ്ട് സെറ്റിന്റെ ഉള്ളിൽ എന്താ കോമൺ വേർഡ്സ് ഉണ്ടാവില്ല. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. അപ്പൊ കോമൺ വേർഡ്സ് ഇല്ലാത്ത കുറച്ച് ആൾക്കാർ കിട്ടിയില്ലേ. അങ്ങനെയാണെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് സി എന്തായിരിക്കും? കാർഡിനാലിറ്റി ഓഫ് സി മൊത്തം എത്ര ആൾക്കാരുണ്ട്, N ലെങ്ത്തുള്ള എത്ര ആൾക്കാരുണ്ട്? കാർഡിനാലിറ്റി ഓഫ് സി മൊത്തം എത്ര N ലെങ്ത്തുള്ള ആൾക്കാരുണ്ട്? 2n ഉണ്ട്. അതിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്താളണം? ഈ സെറ്റിന്റെ കാർഡിനാലിറ്റി ആയിട്ട്. അതെന്താ, NC0 പ്ലസ് NC1 പ്ലസ് എക്സെട്ര പ്ലസ് NCT. സോറി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അറ്റ്മോസ്ഫിയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുള്ളൂ. ഇനി ഈക്വൽ ടു വരുന്ന കേസ് ഉണ്ട്, ആ കേസ് നമ്മൾ പഠിക്കുകയും ചെയ്യും. അതായത് ഇതിന്റെ കാർഡിനാലിറ്റി എന്താ, മാക്സിമം എത്ര വരാൻ പറ്റുള്ളൂ? അത് കാർഡിനാലിറ്റി ഓഫ് സി എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം എത്ര വരാൻ പറ്റുള്ളൂ നമുക്ക് ഓൾറെഡി എത്രയായിരുന്നു, 2n ആണെന്ന് അറിയാം. അതായത് കാർഡിനാലിറ്റി ഓഫ് സി എപ്പോഴും എന്തായിരിക്കും, ലെസ് ദാൻ ഓർ 2n ആയിരിക്കും. അതുകൂടാണ്ട് ഡിസ്റ്റൻസ് കൂടി തന്നു കഴിഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും വരിക, അത് ഡിവൈഡഡ് ബൈ NC0 പ്ലസ് NC1 പ്ലസ് എക്സെട്ര പ്ലസ് NCT. അത് ആ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു V1 ഒരു കോഡിലെ ഒരു വേർഡ് V1 ആയിട്ട് ടി ഡിസ്റ്റൻസിലുള്ള ആൾക്കാരുടെ കാർഡിനാലിറ്റി ജനറലി പറഞ്ഞാലും കുഴപ്പമില്ല. ഇതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാമിങ് ബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് സി ലെസ് ദാൻ ഒരു ഈക്വൽ ടു ഉണ്ടല്ലേ. അപ്പൊ ചില കേസിൽ ചില കോഡുകൾക്ക് എന്താവാം, കാർഡിനാലിറ്റി ഓഫ് സി ഈക്വൽ ടു 2n ഡിവൈഡഡ് ബൈ NC0 പ്ലസ് NC1 പ്ലസ് എക്സെട്ര പ്ലസ് NCT ആവാല്ലേ, ഈക്വൽ ടു ആവണ കേസുകൾ ഉണ്ടാവാം. ഇനി എപ്പോഴൊക്കെയാണോ ഈ കാർഡിനാലിറ്റി ഓഫ് സി ഈക്വൽ ടു 2n പ്ലസ് 2n ഡിവൈഡഡ് ബൈ NC0 ഈ കോർഡിനേറ്റ് വരുന്നത്, അങ്ങനത്തെ കോഡ്സിനെ പറയുന്ന പേരാണ് എന്ത്, പെർഫെക്റ്റ് കോഡ്. കുഴപ്പമില്ല. അതായത് പെർഫെക്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഹാമിംഗ് ബൗണ്ട് അറ്റൈൻ ചെയ്യണ കോഡ്സിനാണ് എന്താ പറയാ, പെർഫെക്റ്റ് കോഡ്സ് എന്ന് പറയാം. അത് നമുക്ക് അതിലേക്ക് വരാം.
ഇനി അടുത്ത റിമാർക്കിൽ അവർ എഴുതിയിട്ടുണ്ട് ഹാമിംഗ് ബൗണ്ട് ഈസ് ആൻ അപ്പർ ബൗണ്ട് ഫോർ ദ നമ്പർ ഓഫ് വേർഡ്സ് ഇൻ എ കോഡ് ഓഫ് ലെങ്ത് n ആൻഡ് ഡിസ്റ്റൻസ് d equal to 2t+1. അപ്പർ ബൗണ്ട് അല്ലേ, കാരണം ഇറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യമുണ്ട്, സച്ച് എ കോഡ് വിൽ കറക്റ്റ് ഓൾ എറർ പാറ്റേൺസ് ഓഫ് വെയിറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു d മൈനസ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്താ, 2t+1 ഓർ 2t+2 അല്ലേ. എറർ കറക്റ്റ് ചെയ്യുന്നത് ഏതൊക്കെയായിരിക്കും, ഇന്റിജർ പാർട്ട് ഓഫ്, ആ തിയറത്തിൽ വഴി എന്താ ഇന്റിജർ പാർട്ട് ഓഫ് d-1/2 ആണ് അല്ലേ. അതെന്താ, ഒന്നില്ലെങ്കിൽ ഇന്റിജർ പാർട്ട് ഓഫ് 2t+1/2 ഓർ ഇന്റിജർ പാർട്ട് ഓഫ് 2t+2/2. ഇതെന്താ പറയുക, 2t+1/2 ഇന്റിജർ പാർട്ട്. ഇതിന്റെ ഇന്റിജർ പാർട്ട് എന്താ പറയുക, 2t+1/2. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടി നമ്മൾ 3 ആണെന്നിരിക്കാം, 2 × 3. ഇതിനുള്ളിൽ നമുക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാം. ഇത് പറഞ്ഞാൽ ഇന്റിജർ പാർട്ട് ഓഫ് 2t+1/2 നമുക്ക് t+1/2 എന്ന് എഴുതാം. ഇതിനെങ്ങനെ എഴുതാം, t+1 എന്ന് എഴുതാം. ഇതിന്റെ ഇന്റിജർ പാർട്ട് എന്താ പറയുക, t+1/2 ഇന്റിജർ പാർട്ട് ടി ആണ് വരിക. t+1 എന്നുള്ള കേസ് നമ്മൾ എടുക്കണ്ട, t+1 എന്നുള്ള കേസ് നമുക്ക് ഇവിടെ ആവശ്യമില്ല, അതായത് ഈ കേസ് നമ്മൾ എടുക്കണില്ല. നമ്മ ഇനിയുള്ള കോഡുകളിൽ മൊത്തം ഡിസ്റ്റൻസ് d = 2t+1 മാത്രമാണ് ചൂസ് ചെയ്യുക. അതായത് നിങ്ങൾ ഇപ്പൊ പഠിക്കാൻ പോണ ഹാമിംഗ് കോഡ്, ഗോലെ കോഡ്, പിന്നെ RM റീഡ് മുള്ളർ കോഡ്, അതിലേക്ക് നമ്മൾ എങ്ങനെ പറയുള്ളൂ, ഈ 2t+1 മോഡലിലാണ് ഒരിക്കലും പറയാം. ഇതിലിപ്പോ എന്തോ 2t+2 വന്നതെന്ന് എനിക്ക് കറക്റ്റ് ഐഡിയ ഇല്ല, കാരണം ഞാൻ പഠിച്ച ടെക്സ്റ്റിൽ 2t+1 ഓർ 2t ആയിരുന്നു. ഇവിടെയാണ് നിങ്ങൾക്കാണ് 2t+2 എന്ന് എഴുതിയത്. എന്തുകൊണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം അത് നമ്മൾ യൂസും ചെയ്തിട്ടില്ല, പ്രൂഫിൽ യൂസും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊക്കെ സ്ട്രെസ് ചെയ്ത് പറയാത്തത്. ആ കേസിലാണെങ്കിൽ 2t ആയിരുന്നെങ്കിൽ ഇവിടെ കറക്റ്റ് നമുക്ക് t തന്നെ വന്നേനെ. ഇവിടെ നമുക്ക് ഈ കേസ് ശരിയാവില്ല. ഇവിടുത്തെ എപ്പോഴും ഡിസ്റ്റൻസ് എന്താ വരിക, അല്ല ഇത് എത്ര ഏത് കറക്റ്റിംഗ്, അപ്പൊ ഇന്ത്യ പാർട്ട് d-1/2 t ആണ് വരിക. അതായത് t എറർ കറക്റ്റിംഗ് ആയിരിക്കും ഈ കോഡ്സ് അല്ല, t എറർ കറക്റ്റിംഗ് കോഡ്സ് ആയിരിക്കും എന്ത്, ഈ ഡിസ്റ്റൻസ് 2t+1 ആയിട്ടുള്ളത്, 2t+2 എന്ന് പറയേണ്ട ഡിസ്റ്റൻസ് d = 2t+1 ആയിട്ടുള്ളത് എന്ന് പറയാം. 2t+2 കേസ് കൂടെ നമ്മൾ എവിടെയും പറയണില്ല, അത് നിങ്ങൾ സ്കിപ്പ് ചെയ്തേക്കുക ആ ഭാഗം. എപ്പോഴും നിങ്ങൾ 2t+1 അല്ലെങ്കിൽ 2t അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതെപ്പോഴും എന്തായിരിക്കും, ടി എറർ കറക്റ്റിംഗ് കോഡ്സ് ആയിരിക്കും. ഡിസ്റ്റൻസ് d = 2t+1 ഇതിന് ടി എറർ കറക്റ്റിംഗ് കോഡ്സ് ആയിരിക്കും. നേരത്തെ ഒരു എക്സാമ്പിൾ, ഫൈൻഡ് ആൻ അപ്പർ ബൗണ്ട് ഫോർ ദ സൈസ് ഓർ ഡയമെൻഷൻ ഓഫ് എ ലീനിയർ കോഡ് C ഓഫ് ലെങ്ത് n = 6 ആൻഡ് ഡിസ്റ്റൻസ് 3. അപ്പൊ അതിന് നമുക്ക് എന്ത് അപ്പർ ബൗണ്ട് ആണ് ചോദിച്ചത്. അപ്പൊ അപ്പർ ബൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച തിയറം യൂസ് ചെയ്യാൻ, എന്താ കാർഡിനാലിറ്റി C > 2n divided by nc0 plus nc1 plus etc plus nct എന്ന് എഴുതാം. അപ്പോൾ ഇത് കാർഡിനാലിറ്റി C > എന്താ, n എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. 2⁶ divided by 2⁶ divided by ഇവിടെ d = 3 ആണ് പറയുന്നത്. അപ്പൊ അതിന് എങ്ങനെ എഴുതാം, 2 × 2+1. അപ്പോൾ ഇവിടുത്തെ t എത്രയാ, 2 ആണ്. നമുക്ക് 2t+1 മോഡൽ എഴുതണല്ലോ, അതായത് 2 × 2+1 t = 2 ആണ്. അപ്പൊ അവിടെ നമുക്ക് എഴുതേണ്ടത് 6c0 plus 6c1 plus 6c2 ആണ് എഴുതാൻ. 2 × 2+1 അല്ല, സോറി 2 × 1+1 അല്ലേ, പറഞ്ഞതിലുള്ള മിസ്റ്റേക്കാ. അതായത് 3 നമുക്ക് എഴുതാം, എങ്ങനെ എഴുതാം, 3 = എങ്ങനെ എഴുതാം, 2 × 1+1. അപ്പൊ 2t+1 അത് പറയുന്നത് 2 × 1. അപ്പൊ t എന്ന് പറയുന്നത് എന്താ, ഇവിടെ 1 ആണ് വരിക. അപ്പൊ ഇവിടുത്തെ അടിയിൽ എഴുതണേൽ എന്ത് വരെ വരുള്ളൂ, 6c0 plus 6c1 മാത്രമേ വരുള്ളൂ.
അതെ, ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. അത് അപ്പൊ ഇവിടെ കിട്ടിയത് ഞാനിപ്പോ ശരിയാണെന്ന് വിചാരിക്കുകയാണ് ആദ്യം. 6 ആണ്. 64/7 ആ 9.1, ഓൾമോസ്റ്റ് 9.1. അപ്പൊ നമുക്ക് എന്തറിയാം, കാർഡിനാലിറ്റി ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9.1 എന്ന് അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞായിരുന്നു ഈ കോഡുകളൊക്കെ എന്ത് കോഡ്സാ? ലീനിയർ കോഡ്സ് ആണ്. ലീനിയർ കോഡ്സിന്റെ കാർഡിനാലിറ്റി എപ്പോഴും 2k മോഡലായിരിക്കും എടുക്കുക. അപ്പൊ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9.1 ആണ്. പക്ഷെ കാർഡിനാലിറ്റി ഓഫ് സി എപ്പോഴും ഏത് മോഡലേ എടുക്കുള്ളൂ? ഒന്നില്ലെങ്കിൽ 8 വരാൻ പറ്റുമായിരുന്നു. 8 കഴിഞ്ഞാൽ പിന്നെ ഏതാ 16 വരാൻ പറ്റുള്ളൂ. ഇതിന്റെ ഇടയിൽ കിടക്കുന്ന ഒരു നമ്പർ അല്ലേ 9.1. അപ്പൊ 9.1 ചെറുതെന്ന് പറഞ്ഞാൽ പിന്നെ 16 വരാൻ പറ്റില്ല അല്ലേ? പിന്നെ ഏതാ വരാൻ പറ്റുള്ളൂ? 8 വരാൻ പറ്റുള്ളൂ. 8 വരാം, പിന്നെ 4 വരാം, പിന്നെ 2 വരാം, പിന്നെ 0. നമുക്ക് കിട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പൊ ഇവിടുത്തെ കേസിൽ 9.1 ചെറുതുണ്ട്. അപ്പൊ പിന്നെ ഏതൊക്കെ വരാൻ പറ്റുള്ളൂ? 2, 4, 8 ആണ് വരാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ അതിന്റെ കാർഡിനാലിറ്റി ഓഫ് സി എന്തായിരിക്കും? കാർഡിനാലിറ്റി ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ആയിരിക്കും കിട്ടുക. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ബൗണ്ട് എഴുതാൻ. അല്ലാണ്ട് നമ്മൾ വെറുതെ ഒരു നമ്പർ എഴുതി കഴിഞ്ഞാൽ അതിൽ നിർത്തരുത്. അതിൽ 2 ആയിരിക്കണമല്ലോ. അതുകൊണ്ട് കാർഡിനാലിറ്റി ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താ വരേണ്ടത്? 8 ആണ് വരേണ്ടത്. കാരണം അതിന് 16 വരാൻ പറ്റില്ല. പിന്നെ അതിൽ ഏറ്റവും ചെറുത് ഏതാ? 8 ആണ്. അപ്പൊ ഇതിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? ഇതെന്താ 2 ക്യൂബ് ആണ്. 2k, where k is the dimension of c എന്നാണ് നമ്മൾ പഠിച്ചായിരുന്നത്. അപ്പൊ കാർഡിനാലിറ്റി ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ആയിരിക്കും. അപ്പൊ ഈ സിയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരിക്കും. അങ്ങനെ കൂടി നമുക്ക് പറയാൻ പറ്റും. ഡയമെൻഷൻ ആണ് ബൗണ്ട് ചോദിച്ചാണെങ്കിൽ നമുക്ക് അതും പറയാൻ പറ്റും, കുഴപ്പമില്ല. അതായത് എപ്പോഴും ഒരു കോഡ് ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാ വേണ്ടത്? n, k, d. നമുക്ക് എന്നും ഡിയും തന്നു. അങ്ങനെയാണെങ്കിൽ കേക്ക് ഒരു ബൗണ്ട് പറയാൻ പറ്റും. ആ കേക്കുള്ള ബൗണ്ടാണ് നമുക്ക് എപ്പോഴും ആവശ്യം. കാർഡിനാലിറ്റി ഓഫ് സിക്ക് ഒരു ബൗണ്ട് വന്നു കഴിഞ്ഞാൽ കേക്ക് ബൗണ്ട് വരും. കേക്ക് ബൗണ്ട് വന്നു കഴിഞ്ഞാൽ കാർഡിനാലിറ്റി ഓഫ് സിക്ക് ബൗണ്ട് വരും. ഓക്കെ. കാരണം കെ എത്രയാണോ, അപ്പൊ കെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് സി എന്തായിരിക്കും? 2k ആയിരിക്കും. അതുകൊണ്ട് ഓക്കെ. ഞാൻ ഒരു അടുത്തത് പോലെ അപ്പർ ബൗണ്ടുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. 71th പേജിൽ ഫൈൻഡ് ആൻ അപ്പർ ബൗണ്ട് ഫോർ ദ സൈസ് ഓർ ഡയമെൻഷൻ ഓഫ് എ ലീനിയർ കോഡ് ഓഫ് ലെങ്ത് n equal to 10 ആൻഡ് ഡിസ്റ്റൻസ് 5. ഇത് സെയിം രീതിക്ക് തന്നെ ചെയ്യാം. ഓക്കെ. ഇനി അടുത്താണ് സിംഗിൾട്ടൺ ബോണ്ട്. സിംഗിൾട്ടൺ ബോണ്ട് സിംഗിൾട്ടൺ ബോണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? d-1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-k ആയിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഡിയോ എന്നോ കെയോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തന്നു കഴിഞ്ഞാൽ മൂന്നാമത്തേന് നമുക്കൊരു ബോണ്ടായി അല്ലേ? ആണ്. അതായത് എന്നിന് നമുക്ക് ആവശ്യമില്ല. അതായത് കെക്കോ ഡിക്കോ നമുക്ക് വേണമെങ്കിൽ എന്ത് ഇത് വെച്ച് ബൗണ്ട് പറയാൻ പറ്റും. കെക്കാണെങ്കിലും ഡിക്കാണെങ്കിലും. എന്നിന് ബൗണ്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം എന്നെ നമുക്ക് ഓൾറെഡി തരും. എത്ര ലെങ്ത് ഉള്ള വേർഡ്സ് ആണ് നമുക്ക് പറയില്ലോ. അതുകൊണ്ട് ഇത് ഈസിയാണ്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ബൗണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല ഇതില്. കാരണം നമുക്കറിയാം എച്ച് എന്ന് പറഞ്ഞ പാരിറ്റി ചെക്ക് മെട്രിക്സ് നമുക്ക് തന്നിരിക്കാം. എച്ചിന്ന് ഡി കണ്ടുപിടിക്കാനായിട്ട് ഒരു മെത്തേഡ് ഞാൻ പറയാറുണ്ട്. എങ്ങനെയായിരുന്നു? അതിന്റെ d-1 റോസ് എല്ലാം എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു സെറ്റ് ഓഫ് ഡി റോസ് എന്തായിരിക്കും? ലീനിയർലി ഡിപെൻഡന്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എച്ചിന്റെ ഇതെന്താ ഓർഡർ എന്താ? എച്ച് എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഓർഡർ എന്താ? n/n-k ആണ്. എച്ചിന്റെ ഓർഡർ n/n-k ആയിരിക്കും. ജിയുടെ ഓർഡർ k/n ആയിരിക്കും. എച്ച് എന്ന് പറയുന്നത് പാരറ്റിക് മെട്രിക്സ്. എച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? സി പെർ എച്ചിന്റെ കോളംസ് എന്തായിരിക്കും? സി പെർപ്പിന്റെ ബേസിസ് ആയിരിക്കും. ഓക്കെ.
അപ്പൊ എച്ച് എന്ന് പറയുന്നത് എൻ ബൈ എൻ മൈനസ് കെ മെട്രിക്സ് ആണ്. എൻ ആണോ എൻ ബൈ എൻ മൈനസ് കെ ആണോ വലുത്? എൻ ആണ് വലുത്, എൻ മൈനസ് കെ ആണ് ചെറുത്. അപ്പൊ എച്ചിന് മാക്സിമം റാങ്ക് എത്ര വരാൻ പറ്റുള്ളൂ? എൻ മൈനസ് കെ ആണ് വരാൻ പറ്റുള്ളൂ. അതായത് മാക്സിമം എത്ര ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് വരാൻ പറ്റും? എച്ചിന്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ നമ്പറാണ്. ഇപ്പൊ ഒരു 10/4 മെട്രിക്സ് ആണെന്നിരിക്കുക, അതിന്റെ മാക്സിമം റാങ്ക് എത്ര ആയിരിക്കും? ആ 10/4 ഏറ്റവും ചെറുത് മാക്സിമം 4 വരാൻ പറ്റുള്ളൂ. 4ന് വിട്ട് മുകളിലോട്ട് വരാൻ പറ്റില്ല. അപ്പൊ ഇവിടുത്തെ ചെറുത് എൻ മൈനസ് കെ. മാക്സിമം എച്ചിന്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ എൻ മൈനസ് കെ ആണ്. മാക്സിമം റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് എത്ര വരാൻ പറ്റുള്ളൂ? എൻ മൈനസ് കെ വരാൻ പറ്റുള്ളൂ. മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് കോളംസ് എത്ര വരാൻ പറ്റുള്ളൂ? എൻ മൈനസ് കെ വരാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് റോസ് ആവശ്യമുള്ളൂ. അതായത് എച്ചിന്റെ മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് എന്തായിരിക്കും? മാക്സിമം എൻ മൈനസ് കെ വരാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്കറിയാം എച്ചിന് എത്ര ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ഉണ്ടാവും? D-1 ഉണ്ടാവും. അത് D-1 മാക്സിമം എത്ര വരാൻ പറ്റുള്ളൂ എന്ന് എൻ മൈനസ് കെ. അത് D-1 ലെസ് ആണ് എൻ മൈനസ് കെ ആയിരിക്കും. അത് എൻ മൈനസ് കെ ആണ് മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് വരാൻ പറ്റുള്ളൂ. അപ്പൊ പക്ഷെ മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസിന്റെ എണ്ണം എത്രയാ? D-1. അപ്പൊ അത് ലെസ് ആണ് എന്തായിരിക്കും? എൻ മൈനസ് കെ ആയിരിക്കും. അതായത് ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസിന്റെ മാക്സിമം എണ്ണം എൻ മൈനസ് കെ വരാൻ പറ്റുള്ളൂ. അതായത് മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ലെസ് ആണ് എൻ മൈനസ് കെ. മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് എത്രയാ? വേണമെങ്കിൽ നമുക്ക് തന്നെ എഴുതാം. ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ലെസ് than or equal to maximum number of linearly independent rows ആയിരിക്കും. നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ലെസ് than or equal to മാക്സിമം ആയിരിക്കും. ഇതെന്താ? എൻ മൈനസ് കെ ആണ്. ഇതെന്താ? D-1 ആണ്. അപ്പൊ D-1 ലെസ് than or equal to എൻ മൈനസ് കെ. ഇതൊരു ഒബ്വിയസ് ആയിട്ടുള്ള ബോണ്ടാ. സിംഗിൾട്ടൺ ബോണ്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരാറില്ല. നമ്മൾ ഇതിൽ എപ്പോഴും യൂസ് ചെയ്യണത് ഏത് ബോണ്ടാ? ഹാമിംഗ് ബോണ്ട് ആണ്. പിന്നെ യൂസ് ചെയ്യണത് ഗിൽബർട്ട് വാഷ്മോ ബോണ്ടും ആണ്. അതായത് അപ്പർ ബൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഹാമിംഗ് ബൗണ്ട് വേണം. ലോവർ ബൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഗിൽബർട്ട് വാഷ്മോ ബോണ്ടും വേണം. അത് നമുക്ക് പറയാം. ഓക്കെ. ഇനിയടുത്താണ് മാക്സിമം ഡിസ്റ്റൻസ് സെപ്പറബിൾ കോഡ്. അതായത് മാക്സിമം ഡിസ്റ്റൻസ് സെപ്പറബിൾ കോഡ്. ഇപ്പൊ നമുക്കറിയാം D-1 ലെസ് than or equal to എൻ മൈനസ് കെ എന്നറിയാം സിംഗിൾട്ടൺ ബോണ്ട് വെച്ചിട്ട്. അപ്പൊ നമുക്ക് എന്താ പറയാം? D ലെസ് than or equal to എൻ മൈനസ് കെ പ്ലസ് 1 എന്ന് എഴുതാലോ. -1 അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് എഴുതാം. അപ്പൊ ഡിക്ക് മാക്സിമം എത്ര വരാൻ പറ്റുള്ളൂ? ഡിയുടെ മാക്സിമം വില എത്ര വരാൻ പറ്റുള്ളൂ? എൻ മൈനസ് കെ പ്ലസ് 1 വരെ വരാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ മാക്സിമം വരണത് എടുക്കുക. അതായത് എന്താ? ഡി ഈക്വൽ ടു എൻ മൈനസ് കെ പ്ലസ് 1 എടുക്കുക. അങ്ങനെ അതായത് ഡി ഈക്വൽ ടു എൻ മൈനസ് കെ പ്ലസ് 1 ആയിട്ടുള്ള കോഡ്സ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. ആ കോഡ്സിനാണ് എന്ത് പറയാ? മാക്സിമം ഡിസ്റ്റൻസ് സെപ്പറബിൾ. അതായത് മാക്സിമം ഡിസ്റ്റൻസ് ആയി അവിടെ. അതായത് ഡി മാക്സിമം എത്ര? എൻ മൈനസ് കെ പ്ലസ് 1. ആ മാക്സിമം എത്തിക്കുക. അതിനാണ് മാക്സിമം ഡിസ്റ്റൻസ് സെപ്പറബിൾ കോഡ് എന്ന് പറയാം. ഇനി അതിന്റെ പ്രൂഫ് ഇതിൽ വെച്ചത് എനിക്ക് അത്രയ്ക്കാണ് ശരിയായിട്ടില്ല. ഇത് ഇത്ര ഒന്നും വേണ്ട. ഇതിന്റെ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു പോവാം. ആ ഒരു തിയറം അടുത്ത തിയറത്തിൽ നോക്കിയോ. അത് ഫോർ എ എൻ കെ ഡി ലീനിയർ കോഡ്. എൻ കെ ഡി നമ്മൾ എപ്പോഴും പറയും. കാരണം ഒരു ലീനിയർ കോഡ് കിട്ടാൻ നമുക്ക് എന്ത് മതി? ലെങ്ത്, ഡിസ്റ്റൻസ്, ഡയമെൻഷൻ, ഇത് മതി. അതിലെ ഫസ്റ്റത്തെയും ഫോർത്തും സ്റ്റേറ്റ്മെന്റ് അതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. കാരണം അത് രണ്ടും അതാണ് എന്ത് ഇതിന്റെ ഡെഫിനിഷൻ. അതായത് സീസ് എം ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ഈക്വൽ ടു എൻ മൈനസ് കെ പ്ലസ് 1 ആണ്. ഡി ഈക്വൽ ടു എൻ മൈനസ് കെ പ്ലസ് 1 ആണെങ്കിൽ സീസ് എം ഡി എസ് ആണ്. അത് 1 or 4 അതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മ എന്ത് കളയാം? 4 കളയാം. നമുക്ക് 1, 2, 3 മാത്രം മതി. അപ്പൊ അതിൽ ആദ്യം 1 അസ്യൂം ചെയ്യാം. 1 എന്താ വിചാരിച്ചത്? ഡി ഈക്വൽ ടു എൻ മൈനസ് കെ പ്ലസ് 1 ആണ് നമ്മൾ വിചാരിച്ചു. ഇനി നമുക്ക് എന്ത് പറയണം? എവരി എൻ മൈനസ് കെ റോസ് ഓഫ് പി സി എന്ന് പറഞ്ഞാൽ പാരിറ്റി ചെക്ക് മെട്രിക്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. അപ്പൊ എച്ച് നമുക്കുണ്ട്. അതിൽ എത്ര റോസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും എപ്പോഴും? അതൊരു നമുക്കറിയാലോ. എന്തായിരിക്കും? D-1 റോസ് എച്ചിന്റെ എപ്പോഴും എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഇവിടുത്തെ ഡി എന്താ? എൻ മൈനസ് കെ പ്ലസ് 1. അപ്പൊ D-1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? എൻ മൈനസ് കെ പ്ലസ് 1 -1 റോസ് എപ്പോഴും എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡന്റ്. അതായത് എൻ മൈനസ് കെ റോസ് ലീനിയർലി ഇൻഡിപെൻഡന്റ്. ഡയറക്റ്റ് അല്ലേ? എവരി എൻ മൈനസ് കെ റോസ് ഓഫ് പാരിറ്റി ചെക്ക് മെട്രിക്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. അത് ഡയറക്റ്റ് കിട്ടിയില്ല, കുഴപ്പമില്ല. ഇനി നമുക്ക് എന്ത് വേണം? 2 implies 3 വേണം അല്ലേ? 2 implies 3 വേണം. 2 വെച്ചിട്ട് നമുക്ക് എന്ത് ഉള്ളത്? എൻ മൈനസ് കെ റോസ്
ലീനിയർലി ഇൻഡിപെൻഡന്റ് ഏതിന്റെ? എച്ചിന്റെ ഇതെന്താ പറഞ്ഞത്? n/n-k അല്ലേ? അതിൽ ഏറ്റവും ചെറിയതാണ്. അതിന് മാക്സിമം എത്ര റാങ്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ n-k ആണ് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. എപ്പോഴും നമുക്ക് വേറൊരു കാര്യം അറിയാം, n-k റോസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ റോ റാങ്ക് എത്രയായിരിക്കും? അതായത് റോകള് ലീനിയർലി ഇൻഡിപെൻഡന്റ്. അപ്പൊ റോയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ n-k അതിനേക്കാളും വലുതാവാൻ പറ്റുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. കാരണം ഡയമെൻഷൻ എപ്പോഴും ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിനാണ് വലുതായിരിക്കുമല്ലോ. അതുകൊണ്ട് n-k അതിനേക്കാളും വലുതേ വരാൻ പറ്റുള്ളൂ റാങ്കില്. ഏത്? n-k റോസ് ലീനിയർലി ഇൻഡിപെൻഡന്റിന്റെ അർത്ഥം അതാണ്. അതിന്റെ റോ റാങ്ക് എത്ര? n-k അതിനേക്കാളും വലുതോ. പക്ഷെ മാക്സിമം n-k വരാനും പറ്റുള്ളൂ. അതായത് റാങ്ക് എത്ര വരിക? n-k ആണ് വരിക. നമുക്ക് ഒരു കാര്യം അറിയാം, ഒരു മെട്രിക്സിന്റെ റോ റാങ്കും കോളം റാങ്കും എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതായത് റോകള് സ്പാൻ ചെയ്യണ സെറ്റ് എടുത്തു. അതായത് ഇപ്പൊ ഇതിന് എത്ര റോസ് ഉണ്ട്? n റോസ് ഉണ്ട്. ഈ n റോസ് സ്പാൻ ചെയ്യണ സെറ്റ് എടുത്തു. അതിന്റെ ഡയമെൻഷനും ഇതിൽ n-k കോളംസ് ഉണ്ട്, അത് സ്പാൻ ചെയ്യണ സെറ്റിന്റെ ഡയമെൻഷനും സെയിം ആയിരിക്കും. ഒന്ന് ലീനിയർ ലോജിക് കൺസെപ്റ്റ് ആണ്. ഒന്ന് ഒന്നുകൂടി ശ്രദ്ധിക്കുക. അത് അത്ര എളുപ്പമായിട്ട് അല്ല അത് പറഞ്ഞു പോകണം. അത് തന്നെയാണ് ഒന്നുകൂടി ശ്രദ്ധിക്കാൻ പറഞ്ഞത്. അപ്പൊ n-k ആണ് ഇവിടുത്തെ റോ റാങ്ക് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ കോളം റാങ്ക് എന്തായേ പറ്റൂ? n-k ആയേ പറ്റൂ. അതായത് ലീനിയർലി ഇൻഡിപെൻഡന്റ് കോളംസ് എത്ര ഉണ്ടാവും? മാക്സിമം n-k ഉണ്ടാവും. കാരണം കോളം റാങ്കും മാക്സിമം റാങ്ക്, നമുക്ക് റാങ്ക് എത്ര ഒന്നും കിട്ടി? n-k ഒന്നും കിട്ടി. അതുകൊണ്ട് റോ റാങ്ക് n-k ആയിരിക്കും, കോളം റാങ്ക് n-k ആയിരിക്കും. അതായത് ലീനിയർലി ഇൻഡിപെൻഡന്റ് കോളംസ് എന്തായിരിക്കും? n-k ആയിരിക്കും. ഓക്കെ, അതായത് ലീനിയർലി ഇൻഡിപെൻഡന്റ് കോളംസ് n-k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എച്ചിന്റെ കോളംസിന്റെ കോളം റാങ്ക് എന്താ? n-k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ചിന്റെ കോളംസ് ആണ് എന്ത്? സി പെർപ്പിന്റെ ബേസിസ്. അപ്പൊ സി പെർപ്പിന്റെ ബേസിസിന്റെ എണ്ണം എത്ര? കാർഡിനാലിറ്റി n-k. അതായത് സി പെർപ്പിന്റെ ഡയമെൻഷൻ എന്തായി? n-k ആയി. അങ്ങനെയാണെങ്കിൽ സിയുടെ ഡയമെൻഷൻ എന്താ? അതായത് ഡയമെൻഷൻ ഓഫ് സി പ്ലസ് ഡയമെൻഷൻ ഓഫ് സി പെർപ്പ് ഈക്വൽ ടു എന്താ? n ആണ്. ഇവിടെ നമുക്ക് ഡയമെൻഷൻ ഓഫ് സി എന്താ? n-k. സി പെർപ്പ് എന്താ? അത് നമുക്ക് അറിയാം, n-k ആണെന്ന് അറിയാം. അത് ഈക്വൽ ടു n. അപ്പൊ ഡയമെൻഷൻ ഓഫ് സി എന്താ വരിക? k ആണ് വരിക അല്ലെ? അപ്പൊ ഡയമെൻഷൻ ഓഫ് സി k ആണെന്ന് കിട്ടി. അതായത് ജിയുടെ ഓർഡർ എപ്പോഴും എന്തായിരിക്കും? k/n ആണ് അല്ലെ? സോറി, k/n എന്ന് കണ്ടല്ലോ.